നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ താളിച്ചത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി പുരട്ടി മിക്സ് ചെയ്ത് വെക്കുക. അതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞ് വെക്കുക. ഒരു കടായി നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, സബോള, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് പൊറോട്ടയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ വളരെ രുചികരമായൊരു കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നന്നായി എല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒരിക്കൽ കൂടി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് വേവിക്കാം. അത് നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ നന്നായി കൂട്ടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിന്ന് നന്നായി പാകമാകുമ്പോൾ ഒന്ന് തള വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കടായി എടുത്ത് അതിലേക്ക് സബോളയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂട്ടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും കറിക്ക് ആവശ്യത്തിന് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒരിക്കൽ കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ താളിച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് റോസൂസ് കിച്ചൺ. താങ്ക് യു ഓൾ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.